RSS നേതാവുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGP MR അജിത് കുമാറിനെതിരെ തൽക്കാലം നടപടിയില്ല എന്നും അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ADGP തന്റെ ഇടനിലക്കാരനാണ് പോയതെന്ന് പ്രതിപക്ഷം പ്രചരിപ്പിച്ചു. രാഷ്ട്രീയ താൽപര്യത്തിനു വേണ്ടി പോലീസുകാരെ പലതരം ഇടനിലയ്ക്കായി ഉപയോഗിച്ചതിന്റെ മുൻകാല അനുഭവം വെച്ചായിരിക്കും പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതെന്നും കോലീബി സഖ്യം പരാമർശിച്ച് മുഖ്യമന്ത്രി മറുപടി നൽകി. കാര്യം വ്യക്താക്കട്ടെ. ഒരു ആരോപണം വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആരെയും ഒരു സ്ഥലത്തൊന്നും ഒഴിവാക്കില്ല. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് കണ്ടാൽ ഉചിതമായ നടപടി സർക്കാർ എടുത്തിരിക്കും. പരാതി തരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പരസ്യമായി ചാനലുകളിൽ ദിവസങ്ങളോളം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അന്വേഷിക്കുന്നതിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിക്കുകയുണ്ടായി. ഒരു മുൻവിധിയോടെയും ഈ കാര്യത്തെ സമീപിക്കുന്നില്ല. SP ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തൃശൂർ പൂരം വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കൂടുതൽ സമയം അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. ചൊവ്വാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവരാവകാശത്തിൽ തെറ്റായ മറുപടി നൽകിയതിനാണ് DYSP MS സന്തോഷിനെതിരെ നടപടിയെടുത്തത്. അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ടില്ല എന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. പൂരം സംബന്ധിച്ചുള്ള കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ പരിശോധന നടത്താൻ നേരത്തെ ചുമതലപ്പെടുത്തിയതാണ്. ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ആ അന്വേഷണം പൂർത്തിയാക്കേണ്ടതായിരുന്നു. അത് കുറച്ചുകൂടി സമയം വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എൻ്റെ മുന്നിലൊരു കടലാസ് വന്നു. അപ്പോൾ ഞാനതിൽ പറഞ്ഞു 24-ാം തീയതിക്ക് മുൻപായി ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിട്ടുണ്ട്. 24-ാം തീയതിക്കുള്ളിൽ കിട്ടുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ B. ദിലീപ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ന്യൂസ് ഡെസ്കിൽ നിന്ന് ദിലീപ് കുമാർ, PV അൻവറിനെ പൂർണ്ണമായി തള്ളുന്നുണ്ട് മുഖ്യമന്ത്രി. പൂർണ്ണമായി തള്ളുന്നുവെന്ന് മാത്രമല്ല, ചില ഘട്ടങ്ങളിൽ വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. പഴയ കോൺഗ്രസ്സുകാരനാണ് എന്നതടക്കമുള്ള പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. വിശ്വസ്തർക്ക് പൂർണ്ണ സംരക്ഷണം ഒരുക്കുന്നു, ആരെങ്കിലും വന്ന് പറഞ്ഞാൽ മാറ്റാനുള്ള ആളല്ല P. ശശി എന്നതടക്കമുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. കൃത്യമായ സന്ദേശം ഇന്നത്തെ വാർത്താസമ്മേളനത്തിലൂടെ PV അൻവറിന് നൽകുന്നുണ്ട്, CPIക്ക് നൽകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തിന് നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തെ, വിശ്വസ്തരെ സംരക്ഷിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടിനെ എങ്ങനെ കാണണം B. ദിലീപ് കുമാർ? റീജിത്ത്, PV അൻവർ വിമർശിച്ച മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയെയും ADGP MR അജിത് കുമാറിനെയും പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നുണ്ടായത്. അതേസമയം ഈ ആരോപണം ഉന്നയിച്ച PV അൻവറെ മുഖ്യമന്ത്രി തള്ളിക്കളയുകയും ചെയ്തു. PV അൻവറിൻ്റെ ആരോപണങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രി മറുപടി നൽകിയത്. P. ശശിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അത് നിയമവിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് സമീപിച്ചാൽ, നിവേദനവുമായി അല്ലെങ്കിൽ പരാതിയുമായി സമീപിച്ചാൽ ആ പരാതിയിൽ അതേപോലെ തന്നെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെടാൻ കഴിയില്ല. അതങ്ങനെ ചെയ്തു കൊടുക്കാത്തത് കൊണ്ടാകാം PV അൻവർ ഈ നിലയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചത് എന്ന കാര്യവും മുഖ്യമന്ത്രി പറഞ്ഞു. അതായത് PV അൻവറിനെ പൂർണ്ണമായും മുഖ്യമന്ത്രി കൈവിട്ടിരിക്കുകയാണ്. ഇനി PV അൻവറിൻ്റെ നിലപാടെന്തെന്ന് അറിയേണ്ടതുണ്ട്. അല്പസമയം മുമ്പ് അദ്ദേഹം ഷൊർണൂർ റെസ്റ്റ് ഹൗസിൽ ഈ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതിനു ശേഷം പുറത്തു വന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് വൈകിട്ട് മാധ്യമങ്ങളെ കാണാം എന്നാണ്. ഏതായാലും PV അൻവറിൻ്റെ P. ശശിക്കെതിരായ ആരോപണത്തെ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. CPIM സംസ്ഥാന സമിതിയാണ് P. ശശിയെ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയോഗിച്ചത്. അവിടെ നിയമപരമായി കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് P. ശശിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നിയമപരമല്ലാത്ത കാര്യങ്ങളിൽ ആരെങ്കിലും സമീപിച്ചാൽ അത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതില്ല. അങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ശശിയല്ല ആരായാലും ആ സ്ഥാനത്തുണ്ടാകില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സത്യസന്ധമായാണ് P. ശശി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതുകൊണ്ട് ഒരു കാരണവശാലും P. ശശിയെ കൈവിടില്ല മുഖ്യമന്ത്രി എന്ന കാര്യം അടിവരയിട്ട് ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ADGP MR അജിത് കുമാറിനെതിരായി ഉയർന്ന ആരോപണങ്ങളെയും മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. അതേസമയം രാഷ്ട്രീയപരമായി ഉയർന്ന ആരോപണങ്ങൾ RSS നേതാവ് ദത്താത്രേയ ഹൊസബല്ലയുമായി ചർച്ച നടത്തുന്നു, റാം മാധവുമായി ചർച്ച നടത്തുന്നു. ഇത്തരം ചർച്ചകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് കൂടിക്കാഴ്ച ഗൗരവതരമാണ്. പക്ഷേ എന്തിന് കൂടിക്കാഴ്ച നടത്തി? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ നേതാക്കളെ കാണുന്നതിൽ തെറ്റില്ല. അതിൻ്റെ ഉദ്ദേശമാണ് പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത്, പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് ആ കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കും. അത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. അതിനുശേഷം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ മാത്രം നടപടി. അതായത് CPI ഇക്കാര്യത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റണം എന്ന നിലപാട് മുഖ്യമന്ത്രി
തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. PV അൻവർ ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണവും മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് സംഘവുമായി ADGPക്ക് ബന്ധമുണ്ടെന്ന ആരോപണവും മുഖ്യമന്ത്രി പരോക്ഷമായി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. സ്വർണം പിടികൂടുക എന്നതാണ്, ഹവാല പണം പിടികൂടുക എന്നതാണ് പോലീസിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. ആ നിർദ്ദേശം പോലീസ് ഉദ്യോഗസ്ഥർ പാലിക്കുന്നുണ്ട് എന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. തൃശ്ശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതിൽ പോലീസിന് പങ്കുണ്ടോ എന്ന കാര്യം പരിശോധിക്കാനായി കമ്മീഷൻ നേരത്തെ തന്നെ അവിടെ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരുന്നതാണ്. അവർ കൂടുതൽ സമയം നീട്ടി ചോദിച്ചു. പക്ഷേ വരുന്ന ചൊവ്വാഴ്ചയ്ക്കകം ആ റിപ്പോർട്ട് നൽകാനാണ് താൻ നിർദ്ദേശിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാത്രമല്ല PV അൻവറിനെതിരെ മറ്റൊരു കാര്യം കൂടി ഇന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. PV അൻവർ ഫോൺ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതൊരു പൊതുപ്രവർത്തകന് ചേർന്ന നടപടിയല്ല. ഈ ഫോൺ റെക്കോർഡ് ചെയ്ത് തന്നെ സൂക്ഷിക്കുക എന്നത്. ഫോൺ ചോർത്തി എന്ന PV അൻവറിന്റെ അവകാശവാദമുണ്ട്. അക്കാര്യത്തിൽ ഗവർണർ തനിക്ക് ഗവർണറുടെ കത്ത് ലഭിച്ചിട്ടുണ്ട്. PV അൻവറിനെതിരെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി വരികയാണ്. PV അൻവർ കോൺഗ്രസുകാരനായിരുന്നു. ഇടതുപക്ഷ നിലപാടല്ല PV അൻവറിൻ്റേത് എന്ന കാര്യവും ഇന്ന് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വിശ്വസ്തർക്ക് പൂർണ്ണമായി സംരക്ഷണം തീർക്കുകയാണ്. PV അൻവറിനെ പരസ്യമായി അതിരൂക്ഷമായ ഭാഷയിൽ തള്ളിപ്പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.